ദീർഘക്ഷമയോടെ നാം കാത്തിരിപ്പാം, ഹൃദയമുറച്ചു നിൽക്കട്ടെ നാം. കർത്താവിൻ വരവ് സമീപമെന്നു വിശ്വാസദീപം കാത്തു സൂക്ഷിപ്പാം. ഹൃദയം സ്ഥിരമാക്കുവിൻ, കർത്താവിൻ വരവ് സമീപം. സ്നേഹത്തിൽ നാം ഒന്നായിരിപ്പാം. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. അസീറിയയുടെ തലസ്ഥാനമായ നിനവയിലേക്ക് ദൈവം യോനയെ ന്യായവിധിയുടെ ദൂതുമായി അയച്ചു. നിനവക്കാർ ദൈവത്തിൽ വിശ്വസിച്ച് അനുതപിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്തു. നിനവയുടെ മാനസാന്തരം BC 759 നടന്നത്. ഈ മാനസാന്തരം കേവലം താൽക്കാലികമായിരുന്നു. അവർ വീണ്ടും അതിക്രമങ്ങളിലേക്കും തിന്മയിലേക്കും വിഗ്രഹ ആരാധനയിലേക്കും തിരിഞ്ഞു. ഈ സാഹചര്യത്തിൽ ദൈവം നഹൂം പ്രവാചകനിൽ കൂടി നിനവയോട് സംസാരിച്ചു. ദൈവം നിനവയോട് പറയുന്നത്, സംഹാരകൻ നിനക്കെതിരെ കയറി വരുന്നു. കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക, അര മുറുക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. നഹൂം 2:1. നിനവയെ, നീ മാനസാന്തരപ്പെടണം. ഇല്ലയെങ്കിൽ സംഹാരകൻ നിനക്കെതിരെ വരികയും അവൻ നിന്നെ ന്യായം വിധിക്കുകയും ചെയ്യും. നിനവയുടെ ചരിത്രം പറയുന്നത്, ദൈവം അവർക്ക് രണ്ടാമത് നൽകിയ മുന്നറിയിപ്പ് അവർ കേട്ടില്ല. തൽഫലമായി BC 612 ബാബിലോണിയ സൈന്യം നിനവയെ കീഴടക്കുകയും നിനവെ നഗരത്തെ അഗ്നിക്കിരയാക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ ശബ്ദം നിരസിച്ച നിനവെ, ഒരിക്കൽ നാമും ദൈവശബ്ദം കേട്ട് മനസ്സാന്തരപ്പെട്ടവരാ. എന്നാൽ ഇന്നോ നമുക്ക് ലഭിച്ചിരുന്ന ആത്മീയ വെളിച്ചത്തിൽ നിന്ന് മാറി ഇന്ന് ഇരുട്ടിൻ്റെ വഴിയിൽ കൂടിയല്ലേ നാം സഞ്ചരിക്കുന്നത്? ബാഹ്യമായ എല്ലാ പ്രവൃത്തികളും നമുക്ക് ഉണ്ട്. മറ്റുള്ളവർ നമ്മെ ആത്മീകൻ എന്ന് കാണുന്നു. എന്നാൽ ആന്തരികമായി എല്ലാ ആത്മിക ശക്തിയും നഷ്ടപ്പെട്ട അവസ്ഥയല്ലേ നമുക്കുള്ളത്? നമ്മളുടെ ശക്തി നഷ്ടപ്പെട്ടത് അറിയാതെ ആത്മീകൻ എന്ന നാട്യത്തിൽ ജീവിക്കുന്ന സത്യക്രിസ്ത്യാനികളാ നാം ഓരോരുത്തരും. ഒരു പൊത്തുരുത്ത ക്രിസ്ത്യാനിയായി ജീവിക്കുന്ന വിശ്വാസി. നമ്മുടെ ഭക്തിയെല്ലാം കപടമാ. കർത്താവ് പരീശന്മാരെ കപടഭക്തിക്കാരെന്ന് വിളിച്ചത് തന്നെ നമ്മയും വിളിക്കും എന്നതിന് സംശയമില്ല. നമുക്കും ഒരു മടങ്ങിവരവ് ആവശ്യമാണ്. ഈ നോമ്പ് വിശ്വാസ ജീവിതത്തിൻ്റെ പൂർണ്ണ അനുഭവത്തിലേക്ക് മടങ്ങി വരുന്ന അവസരമായി തീരട്ടെ. കപടഭക്തിയിൽ ജീവിച്ചിട്ടും ദൈവം നമ്മോട് കാണിക്കുന്ന കരുണ ഏറിയ നാൾ നീണ്ടു നിൽക്കില്ല. കരുണയുടെ വാതിൽ അടയ്ക്കുന്നതിന് മുൻപ് മടങ്ങി വരണം. ദൈവത്തെങ്കിലേക്ക് നാം തിരിയുന്നില്ല എങ്കിൽ യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു, ഇതാ ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു. യാക്കോബ് 5:9. ന്യായവിധിയിൽ വീഴാതിരിപ്പാൻ നാം എന്താണ് ചെയ്യേണ്ടുന്നത്? 1. കോട്ട കാക്കണം. പഴയ നിയമത്തിൽ ആരെങ്കിലും അറിയാതെ കൊല ചെയ്താൽ ഓടി രക്ഷപ്പെടുവാൻ സങ്കേത നഗരങ്ങൾ ക്രമീകരിച്ചിരുന്നു. സംഖ്യ 35:6. ഇതേ വിധത്തിൽ പാപിക്ക് രക്ഷപ്പെടുവാനുള്ള കോട്ടയാണ് കുഞ്ഞാടിൻ്റെ രക്തക്കോട്ട. ഈ രക്തക്കോട്ടയിൽ മറയുന്ന ആർക്കും സംഹാരകനെ പേടിക്കേണ്ട. ഇസ്രായേൽ മക്കൾക്ക് ശത്രുവിൻ്റെ കൈകളിൽ നിന്ന് വിടുതൽ ലഭിപ്പാൻ സങ്കേത നഗരങ്ങൾ ഉണ്ടായിരുന്നതുപോലെ തന്നെ സാത്താൻ്റെ കൈകളിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിപ്പാനുള്ള കോട്ട കുഞ്ഞാടിൻ്റെ രക്തക്കോട്ടയാണ്. നമുക്കെപ്പോൾ വേണമെങ്കിലും ഈ കോട്ടയിലേക്ക് അടുത്തു ചെല്ലാം. ഈ നോമ്പിൻ്റെ നാളിൽ നമുക്കായി ഉയർത്തപ്പെട്ട ക്രൂശാകുന്ന രക്തക്കോട്ടയിലേക്ക് നമുക്ക് അടുത്തു ചെല്ലാം. അത് നമ്മുടെ അഭയസ്ഥാനമാണ്. 2. നമ്മുടെ വഴി സൂക്ഷിക്കണം. നമ്മുടെ മുൻപിൽ 2 വഴികളുണ്ട്. വിശാലവും നിരപ്പുമായ വഴിയും ഇടുങ്ങിയതും ഞെരുക്കമുള്ളതുമായ വഴിയും. വിശാലവും നിരപ്പുമുള്ളതായ വഴി നമുക്ക് ചൊവ്വായി തോന്നാം. എന്നാൽ അതിൻ്റെ അവസാനം മരണം. സദൃശവാക്യം 16:25. ഇന്ന് വിശാലമായ വഴിയിൽ കൂടിയ വിശ്വാസികൾ അനേകരും യാത്ര ചെയ്യുന്നത്. അത് മരണവഴിയാണ്. അതുകൊണ്ട് നമ്മുടെ വഴി യഹോവയെ നമുക്ക് ഫലമേൽപ്പിക്കാം. സങ്കീർത്തനം 37:5. 3. അരമുറുക്കണം.
വഴി യഹോവയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നാം ഒരു പോർക്കളത്തിലാണ് നിൽക്കുന്നത്. അവിടെ നമ്മോട് എതിരിടുവാൻ വലിയ ദുഷ്ടാത്മസേന തന്നെയുണ്ട്. ജീവൻ്റെ വഴിയിൽ നടപ്പാൻ അവൻ സമ്മതിക്കില്ല. കർത്താവ് ശുശ്രൂഷയുടെ ആരംഭത്തിൽ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. തുടർന്ന് കർത്താവിൻ്റെ അടുക്കൽ ആദ്യം ചെന്നത് പൈശാചികനാണ്. പിശാചവനെ വിട്ടു പോയതിന് ശേഷമാണ് ദൂതന്മാർ അടുത്തു വന്ന് യേശുവിനെ ശുശ്രൂഷിച്ചത്. മത്തായി 4:11. ഓർക്കുക, ഏതു വിധത്തിലും നമ്മെ തകർക്കുവാൻ പൈശാചികൻ ശ്രമിക്കും. അവൻ്റെ തന്ത്രങ്ങളിൽ വീഴാതിരിപ്പാൻ ദൈവത്തിൻ്റെ സർവായുധ വർഗ്ഗങ്ങൾ നാം ധരിക്കണം. എഫേസ്യർ 6:14. നമ്മെ തന്നെ ശക്തീകരിക്കണം. അതായത് പരിശുദ്ധാത്മാവിനാൽ നാം ശക്തിപ്പെടണം. ഭൗതിക ശക്തിയിൽ ആശ്രയിക്കുന്നതാണ് നമ്മളുടെ ബലഹീനതയ്ക്ക് കാരണം. അതുകൊണ്ടാണ് നമ്മളുടെ കുടുംബങ്ങൾ ശിഥിലമാകുന്നത്. സംഹാരകനെ തുരത്തുവാൻ പരിശുദ്ധാത്മ ശക്തി തന്നെ വേണം. അതിന് യഹോവയെ കാത്തിരിക്കണം. അപ്പോൾ നമ്മളുടെ ശക്തി പുതുക്കപ്പെടും. കഴുകന്മാരെ പോലെ ചിതകടിച്ച് കയറും. തളർന്നു പോകാതെ ഓടും. ക്ഷീണിച്ചു പോകാതെ നടക്കും. യെശയ്യാവ് 40:31. കർത്താവെ, ഉയരത്തിൽ നിന്നുള്ള ശക്തി പ്രാപിച്ച് രക്തക്കോട്ടയിൽ ആശ്രയം വെച്ച് പൈശാചികനോട് എതിർത്ത് നിൽപ്പാൻ എന്നെ ബലപ്പെടുത്തണമേ. ആമേൻ. ഇതാ ന്യായാധിപതി വാതിൽക്കൽ നിൽക്കുന്നു, ജീവിത പുസ്തകം തുറന്നു നോക്കുന്നു. വൈരം വിട്ട് ക്ഷമയിൽ നിൽക്കാം, വിനയം ധരിച്ചു പ്രാർത്ഥന ചെയ്യാം.